വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് സൂം, ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട്, ക്ലോസപ്പ്, മിസ് ആൻഡ് സീൻ, മൊണ്ടാഷ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫിലിം സ്റ്റഡീസിൽ സൂം എന്നുള്ളത് റെഫർ ചെയ്യുന്നുള്ളത് ടു ദ ക്യാമറാസ് ഫോക്കൽ ലെങ്ത് ചേഞ്ചിങ് ടു ക്രിയേറ്റ് ദ ഇല്യൂഷൻ ഓഫ് മൂവിങ് ക്ലോസർ ഓർ ഫെർദർ അവേ ഫ്രം ദ സബ്ജക്റ്റ്. വൈൽ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് എന്നുള്ളത് ട്രാൻസിഷൻസ് ആണ് ദാറ്റ് ഗ്രാജുവലി അഡ്ജസ്റ്റ് ദ ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് ടു മാർക്ക് ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ സീൻ. ഒരു സീനിൻ്റെ തുടക്കത്തിലോ എൻഡിങ്ങിലോ ആയിരിക്കും ഈ ഒരു ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് യൂസ് ചെയ്യുന്നുള്ളത്. Zoom in, increasing the focal length, making the subject appear larger and filling the frame. എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജറായിട്ടാണ് അപ്പിയർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫില്ലിങ് ദ ഫ്രെയിമിനെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളത് ടു എംബസൈസ് എ ഡീറ്റെയിൽ ഓർ ഹൈലൈറ്റ് എ ക്യാരക്ടേഴ്സ് റിയാക്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് ഉള്ളത് എംബസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ റിയാക്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂം ഔട്ട് എന്നുള്ളത് ഫോക്കൽ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്നതാണ്. റിവീൽ ചെയ്യുന്നുള്ളത് മോർ ഓഫ് ദ സീൻ ആൻഡ് മേക്കിംഗ് ദ സബ്ജക്റ്റ് അപ്പിയർ സ്മോളർ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നുള്ളത്. ഇനി ഫെയ്ഡിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ ദാറ്റ് ഗ്രാജുവലി ബ്രിങ്സ് ആൻ ഇമേജ് ഓർ സീൻ ഇൻ ടു ഫോക്കസ്. ഒരു ഇമേജോ ഇല്ലെങ്കിൽ സീനായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം ബ്ലാക്ക് ഓർ എ ഡാർക്ക് കളർ, ബ്ലാക്കോ ഇല്ലെങ്കിൽ ഡാർക്ക് കളറോ കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ യൂസ് ടു ഈസ് ദ വ്യൂവർ ഇൻ ടു എ ന്യൂ സീൻ ഓർ ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് സസ്പെൻസ് ഓർ ആൻറ്റിസിപ്പേഷൻ. ഇനി ഫെയ്ഡ് ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രാൻസിഷനാണ് ദാറ്റ് ഗ്രാജുവലി റിഡ്യൂസസ് ദ ബ്രൈറ്റ്നസ് ഓഫ് എ സീൻ ടു ബ്ലാക്ക്. എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൈറ്റ്നസ്, ആ ഒരു സീനിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നുള്ളത് എൻഡ് ഓഫ് എ സീൻ ഓർ ആക്ട്. എൻഡ് ഓഫ് എ സീനിലാണ് അല്ലെങ്കിൽ ആക്റ്റിലാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ ഒരു ഫെയ്ഡ് ഔട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ക്ലോസപ്പ് ഷോട്ട് എന്നുള്ളത് ടൈറ്റ്ലി ഫ്രെയിംസ് എ സബ്ജക്റ്റ്. പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ എ ഫേസ് ഓർ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇമോഷനാണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ഓർ ഇമ്പോർട്ടൻസ് ആണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. ഇനി മിസ് ആൻഡ് സീൻ എന്നുള്ളത് റെഫർ ചെയ്യുന്നുണ്ട് ടു ദ ഓവറോൾ സ്റ്റേജിങ് വിത്തിൻ എ ഷോട്ട്. ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓൾ വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് സെറ്റ് ഡിസൈൻ, ലൈറ്റിംഗ്, കോസ്റ്റ്യൂംസ് ആൻഡ് ആക്ടർ പ്ലേസ്മെൻറ്റ്. എന്തിനെന്ന് വെച്ചാൽ ടു കൺവേ നറേറ്റീവ്, തീം ആൻഡ് ക്യാരക്ടർ. മൊണ്ടാഷ് എന്നുള്ളത് ഇസ് എ ഫിലിം എഡിറ്റിംഗ് ടെക്നിക് ദാറ്റ് കോമ്പിൻസ് ഷോർട്ട്സ് ടു ക്രിയേറ്റ് എ സീക്വൻസ്. പലപ്പോഴും കൺവേ ചെയ്യുന്നുള്ളത് ടൈം പാസിങ്, എ പ്രോഗ്രഷൻ ഓഫ് ഇവൻറ്റ്സ് ഓർ എ സ്പെസിഫിക് മോഡ്. ഇനി മിസ് ആൻഡ് സീൻ എന്നുള്ളത് encompasses everything visible within the frame of a shot, include ചെയ്യുന്നുള്ളത് സെറ്റ് ഡിസൈൻ, ലൈറ്റിംഗ്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ് ആൻഡ് ആക്ടർ പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ പേർപ്പസ് എന്നുള്ളത് ഇറ്റ്സ് എ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കാണ്. യൂസ് ചെയ്യുന്നുള്ളത് ടു കൺവേ നറേറ്റീവ്, തീം ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് റിലേയിങ് സോളിലി ഓൺ ഡയലോഗ് ഓർ പ്ലോട്ട്. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ യൂസ് ഓഫ് എ സ്പെസിഫിക് കളർ പാലറ്റ് ഇൻ എ സീൻ ടു ഇവോക്ക് എ പെർട്ടിക്കുലർ മോഡ്. ദ വേ എ ക്യാരക്ടേഴ്സ് കോസ്റ്റ്യൂം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദർ പേഴ്സണാലിറ്റി, ഓർ ഹൗ ദ ലൈറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എ സെൻസ് ഓഫ് ടെൻഷൻ ഓർ ഇൻറ്റിമസി. ഇനി ക്ലോസപ്പ് ഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലോസപ്പ് ഷോട്ട് എന്നുള്ളത് ഫ്രെയിംസ് എ സബ്ജക്റ്റ്. പലപ്പോഴും എ പേഴ്സൺസ് ഫേസ് ടൈറ്റ്ലി വിത്തിൻ ദ ഫ്രെയിം എംബസൈസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. പേർപ്പസ് എന്നുള്ളത് ടു കൺവേ ഇമോഷൻ, ഹൈലൈറ്റ് എ സ്പെസിഫിക് ഡീറ്റെയിൽ ഓർ ഒബ്ജക്റ്റ് ആൻഡ് ഡ്രോ ദ ഓഡിയൻസ് അറ്റൻഷൻ ടു സംതിങ് പെർട്ടിക്കുലർ. എക്സാമ്പിൾസ് എന്നുള്ളത് ക്ലോസപ്പ് ഓഫ് എ ക്യാരക്ടേഴ്സ് ഫേസ് ആസ് ദ react to a shocking event, a close-up of a hand holding a key to reveal a secret, or a close-up of a weapon to foreshadow violence. Montage എന്നുള്ളത് is a film editing technique ആണ് that combines a series of shots or clips into a single sequence, പലപ്പോഴും with music to condense time, space or information. ഇനി മൊണ്ടാഷിൻ്റെ പേർപ്പസ് എന്നുള്ളത് to convey the passage of time, show the progression of events, or create a particular mood or atmosphere. Any examples എടുത്ത് നോക്കുകയാണെങ്കിൽ montage of a character's life, a montage showing the construction of a building, or a montage of scenes set to music that emphasizes the emotional tone of the film.
അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ.